ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് എന്താ പതിവില്ലാതെ കിച്ചണിലൊന്നായിരിക്കുമല്ലേ? അതെ, സംശയിക്കേണ്ട. ഇന്ന് നമ്മളൊരു കിച്ചൺ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. കുറേ കാലമായിട്ട് വിചാരിക്കുന്നു ഞാൻ കിച്ചണിൽ കയറുന്നത് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. ഒന്നാമത്തെ കാര്യം സമയം കിട്ടാറില്ല. പിന്നെ ഞാനങ്ങനെ വലിയ പ്രോയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാനിപ്പം എൻ്റെ വീട്ടിലാണ്, എൻ്റെ സ്വന്തം വീട്ടിലാണ്. അമ്മ തന്നെയാണ് കൂടുതലും ഒക്കെ ചെയ്യുന്നത്. എനിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴായിരിക്കും ഞാൻ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എൻ്റേതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതോ ഒക്കെ. അപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും വലുതായിട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ടാണെങ്കിലും ഒക്കെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്യാനുള്ള ടൈം ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. നൈറ്റ് ഷിഫ്റ്റും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് കിച്ചണിലേക്ക് ശരിക്കും പറഞ്ഞ് കയറുന്നത് കഴിക്കാൻ മാത്രമായിരിക്കും. അപ്പം കുക്കിങ്ങിനായിട്ട് കയറുന്നത് ശരിക്കും പറഞ്ഞാൽ മുമ്പൊക്കെ എനിക്ക് പിന്നെ സമയം കിട്ടുമായിരുന്നു. ഇപ്പോൾ പിന്നെ നൈറ്റ് ഷിഫ്റ്റൊക്കെ ആയതിനു ശേഷം എനിക്ക് കുക്കിംഗ് അങ്ങനെ വലിയ സമയം കിട്ടുന്നില്ല. അപ്പോൾ ആ പരാതിയൊക്കെ മാറ്റി. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നു എന്തെങ്കിലും ഒരു വ്ളോഗ് ചെയ്യണം, കുക്കിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ചെയ്യണം. ഭയങ്കര സംഭവമായിട്ട് അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനിന്ന് നമുക്ക് പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തുന്ന ഒരു പൈനാപ്പിൾ പുളിശ്ശേരി വെക്കാമെന്ന്. എൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി. എനിക്ക് നോർമൽ പുളിശ്ശേരിയേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ നോർമലിയൊക്കെ ഇവിടെ പൈനാപ്പിൾ മേടിക്കുന്നത് കുറവാണ്, പക്ഷെ മേടിക്കുന്ന സമയത്ത് നമ്മൾ പുളിശ്ശേരി വെക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ പൈനാപ്പിൾ പുളിശ്ശേരി വെക്കാമെന്ന്. ഇതിന് മുമ്പേ കുറേ നാൾ മുന്നേ, എൻ്റെ മാരേജിനൊക്കെ മുമ്പേ മിക്കപ്പോഴും ചെയ്യുന്ന ഒരു ഐറ്റമാണ് പൈനാപ്പിൾ പുളിശ്ശേരി. ഇവിടെ എൻ്റെ ബ്രദറിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ അന്ന് വെച്ച സമയത്ത് ഞാൻ എന്നെ തന്നെ ട്രോൾ ചെയ്യ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറ്റുമെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യാം. അന്നൊരു പൈനാപ്പിൾ പുളിശ്ശേരി വെച്ചതിൻ്റെ ഇടയ്ക്ക് നടന്നൊരു ചെറിയൊരു കോമഡി ക്ലിപ്പിങ്ങാണ്. ഞാൻ എന്നെ തന്നെ ട്രോൾ ചെയ്യൊരു ക്ലിപ്പിങ്ങാണ്. നമ്മൾ ഇന്ന് പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കാണാമല്ലോ, ഇതിൽ പൈനാപ്പിളിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. എന്നിട്ട് നമ്മളത് വേകാൻ വേണ്ടി അടുപ്പിൽ വെക്കണം. അപ്പോൾ ഇത് കത്തിച്ച് അമ്മ കുറ്റി ഓഫാണ് അമ്മ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് വ്ളോഗിലേക്ക് കിടക്കും. ഇതൊരു സിമ്പിൾ, ഭയങ്കര ഒരു പ്രൊഫഷണൽ രീതിയോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഒരു ചെറിയ അടുക്കളയിൽ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതുപോലെ. അപ്പോൾ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യുക. ഇപ്പോൾ അമ്മയുടെ കണക്കായിട്ട് തോരൻ വെച്ചിട്ട് അമ്മ ജസ്റ്റ് എനിക്ക് വേണ്ടി സ്പേസ് തന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ കുക്ക് ചെയ്യാം, പൈനാപ്പിൾ പുളിശ്ശേരി എന്ന് ഞാൻ ഉണ്ടാക്കാം. എനിക്കിപ്പോൾ സമയമുണ്ട്, ഈവനിങ് കയറിയാൽ മതി, ഡ്യൂട്ടിക്ക് കയറിയാൽ മതി. അപ്പോൾ സമയമുണ്ട്. അപ്പോൾ ഐ തോട്ട് ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ളോഗ് ആവാം. അപ്പോൾ പൈനാപ്പിൾ പുളിശ്ശേരി എല്ലാവർക്കും അറിയാവുന്നൊരു ഇത് തന്നെയാണ്. പക്ഷേ പലരും പല രീതിക്കായിരിക്കും ചെയ്യുന്നത്, പല ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പം എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് ഞാനിതിൽ കാണിക്കാൻ പോകുന്നത്. അല്ലാതെ ഭയങ്കര ഒരു വലിയ സംഭവം അങ്ങനെയൊന്നുമല്ല. ഞാനും ഇത് യൂട്യൂബിൽ നിന്നൊക്കെ ലേൺ ചെയ്തിട്ടാണ്. ഞാനും നേരത്തെയൊക്കെ ഒരുപാട് മുന്നേ ഞാൻ പഠിച്ചൊരു ഇതായിരുന്നു. കാരണം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പഠിക്കുമല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. ഇത് ഓൾറെഡി അമ്മ കട്ട് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോക്സ് നിറയുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനുള്ള പൈനാപ്പിൾ എടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ്. ഇതിപ്പോൾ നാടൻ തൈരാണ്, അമ്മ മറ്റേ ഉറയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയ തൈരാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അത് നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള തേങ്ങ. ഇതൊന്നും എക്സാക്റ്റ് കണക്ക് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പം നമ്മൾ വെക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഒരു പൈനാപ്പിളിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള പൊടികളും അതിൻ്റെ അളവും കാര്യങ്ങളും നിങ്ങൾ ചേർത്താൽ മതി. ഇപ്പം ഞാൻ എന്തൊക്കെയോ യൂസ് ചെയ്യുന്നതെന്നുള്ള ഐറ്റംസാണ് ഞാൻ കാണിച്ചു തരുന്നത്. എൻ്റെ അളവൊന്നും പറയാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട്, ആ രീതിക്കാണ് ഞാൻ ഇടുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര. നമുക്ക് ആ ഒരു അറിയാമല്ലോ, പൈനാപ്പിൾ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്വീറ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യും. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, അത് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, കുറച്ച്
ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെറിയ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര മുളക് പൊടി ആഡ് ചെയ്യും. ഇത് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഞാൻ വെക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഒരു മുളക് പൊടി ആഡ് ചെയ്യും. കാരണം നമ്മുടെ ആ ഒരു ഭയങ്കര ഒരു മഞ്ഞ കളർ മാറി ചെറിയൊരു ഇത് കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ആഡ് ചെയ്യുന്നത്. ഓപ്ഷണലാണ്, സ്കിപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് വേണ്ട. പിന്നെ ഇവിടെ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജീരകമുണ്ട്, ജീരകം ആവശ്യത്തിന്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ വറ്റൽമുളക്, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ ടിന്നൊന്നും നിങ്ങൾ നോക്കണ്ട, അതൊക്കെ അമ്മയുടെ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ മെയിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ എന്തെങ്കിലും ഓർമ്മ വന്ന് ഞാൻ ഇടുകയാണെങ്കിൽ അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് നോക്കാം. അപ്പം നമ്മളിന്ന് ചീനച്ചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇഷ്ടമുള്ള പാത്രം നിങ്ങൾക്ക് എടുക്കാം. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു സീൻ ഓർക്കുമ്പോഴാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞൊരു ക്ലിപ്പിംഗ് ഉണ്ടല്ലോ, അതെനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കത് എപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരും, അതാണ് എൻ്റെ ഫേസിൽ ഇപ്പോൾ ഒരു ചിരി നിങ്ങൾ കണ്ടത്. ഓക്കെ, നമുക്ക് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വാഷ് ചെയ്ത് വെച്ചതാണ്, അത് വെക്കാം. ഇപ്പോൾ ചീനച്ചട്ടി ചൂടായി. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ പൈനാപ്പിൾ ഇപ്പം ഞാൻ അത്ര ഇടുകയാണ്, മാറ്റിയിട്ടില്ല. അതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കുറച്ച് നമുക്ക് പൈനാപ്പിൾ വേവാൻ കണക്കിന് കുറച്ച് വെള്ളം ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കട്ട് ചെയ്ത് അതിലേക്ക് ഇടണം. അപ്പോൾ ഞാൻ ചെറിയ പച്ചമുളക് ആയതുകൊണ്ടിട്ടാണ് ഞാനിവിടെ 3 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ നിങ്ങൾ 2 എണ്ണം എടുത്താൽ മതി. ഞാൻ ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് പച്ചമുളക് കരിയുന്നത്, എനിക്കതാണ് ശീലം. നമ്മൾ അമ്മമാരെ പോലെ അത്രയും എക്സ്പേർട്ടൊന്നും ആയിട്ടില്ലല്ലോ. ചെറിയ പച്ചമുളക്, വലിയ എരിവൊന്നുമില്ല. കാരണം നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരിക്ക് എരിവിൻ്റെ ആവശ്യമില്ല, പക്ഷെ ചെറിയ ഒരു എരിവെന്നാൽ വേണമല്ലോ, ആ ഒരു ഇതിനാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്, ഇപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാൻ ചിലപ്പോൾ പലരും വരുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിലാണ് വെക്കുന്നത്. ഫസ്റ്റ് ടൈം അല്ല, അതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഭയങ്കര ഒരു പ്രോ ആയിട്ടുള്ള കുക്കിംഗ് ആൾക്കാർ മേ ബി കാണുകയാണെങ്കിൽ അവർ വിചാരിക്കും അതത് കൂടിപ്പോയില്ലേ, ഇത് കുറഞ്ഞു പോയില്ലേ, അങ്ങനെ ഒരു തോട്ട് വരും. വോട്ടെവർ. അപ്പം നമുക്കെന്താ, ഓരോരുത്തർ അവരവരുടെ രീതിയിലല്ലേ വെക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പൈനാപ്പിൾ ആദ്യം നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഞാൻ തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ വേകുന്ന നേരത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പം ഞാനിത് തൽക്കാലം ഒന്ന് അടച്ച് വെക്കാണ്. അപ്പോൾ അത് പൈനാപ്പിൾ വേവുന്ന നേരത്തിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമുക്ക് തൈര് അതൊന്ന് കട്ട കളഞ്ഞെടുക്കണം. അപ്പം ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കില്ല, നോർമലി ചെയ്യുന്ന ഞാൻ കട്ട കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. മിക്സിയിൽ അടിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പിന്നെ തേങ്ങ ഓൾറെഡി ചിരകിയതുകൊണ്ട് അത് നമുക്കൊന്ന് അരച്ച് വെക്കുക. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തേങ്ങ അരച്ചെടുക്കുന്നതാണ്. കാരണം തൈര് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് വേകുന്ന നേരത്തിന് നമുക്കിത് അരച്ചിടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേങ്ങ ഫസ്റ്റ് ഓഫ് ഓൾ അരയ്ക്കാം. അപ്പം ഞാനിവിടെ ഇത്രയും തേങ്ങയാണ്, പക്ഷെ ഇതൊന്നും ഇത്ര എടുത്തില്ല. ഞാൻ യൂഷ്വലി തേങ്ങ കുറച്ചാണ് ഇടാറുള്ളത്. ഒരുപാട് തേങ്ങ ഞാൻ പുളിശ്ശേരിക്ക് അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമുക്ക് വിഷ്വൽ കട്ടായോ എന്നറിയില്ല. അപ്പം ഞാൻ ഇടുന്ന എത്രയാണ്, നമ്മൾ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇടുന്നത്. കുറച്ച് തേങ്ങ, അങ്ങനെ ഒരുപാട് തേങ്ങ ഇട്ടാൽ ആ ഒരു ഇത് വരത്തില്ല. കുറച്ച് തേങ്ങ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതായത് ഒരു ചെറിയ ജാറിൽ അതിൻ്റെ ഒരു അരഭാഗം
ഈ തേങ്ങയിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇടണം. അതും ഇച്ചിരി ജീരകം ഇട്ടാൽ മതി, ഒരുപാടൊന്നും വേണ്ട. സ്പൂണിൽ ഞാൻ യൂഷ്വലി ഇച്ചിരി ജീരകം ഇടാറുള്ളൂ, ഒരു ശകലം എന്തേ ഇത്ര ഒരു പിഞ്ചിന് വേണ്ടിയിട്ട്. എനിക്ക് ജീരകമൊന്നും അധികം കടിക്കുന്ന ആ ഒരു ഫ്ലേവർ എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ വെക്കുമ്പോൾ മിക്കപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ തേങ്ങയും ജീരകവും കൂടിയാണ് നമ്മൾ നല്ലപോലെ അരച്ച് ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. തരിതരിപ്പ് ഉണ്ടാകാൻ പാടില്ല, പുളിശ്ശേരിക്ക് ആയതുകൊണ്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ അത് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അതിനെ അരച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഞാൻ തീ കുറച്ചൊന്ന് അതിൽ അടുപ്പിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് തൈര് എടുത്തിട്ട് അതിൻ്റെ കട്ട കളഞ്ഞ് വെക്കാം. ആവശ്യത്തിനുള്ള തൈര് എടുക്കാം. തൈര് ഇച്ചിരി അത്യാവശ്യം കൂടുതൽ, തേങ്ങക്കാലം ഇച്ചിരി കൂടുതലാണ് ഞാൻ നോർമലി എടുക്കുന്നത്. നമുക്ക് പൈനാപ്പിൾ ഇച്ചിരി ക്വാണ്ടിറ്റി ഉണ്ട്, അപ്പം തൈര് കുറച്ചധികം വേണം. നോക്കിയിട്ട് ഒഴിക്കാം. ഇനിയിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ഇട്ട് നോക്കിയിട്ട് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ലേശം ഉപ്പ് ചേർത്തിട്ടാണ് ഇളക്കുന്നത്. ലേശം നല്ല ചൂടുണ്ട് കിച്ചണിൽ. എനിക്കാണെങ്കിൽ ചൂടൊട്ടും സഹിക്കാൻ പറ്റാത്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും അത്ര ഒരു ചൂട് അങ്ങോട്ട് വിട്ട് മാറിയിട്ട്. നിങ്ങളുടെയൊക്കെ അങ്ങോട്ട് എങ്ങനെയാണ്? ചൂടാണോ അതോ ഒരു മഴയും തണുപ്പൊക്കെ വന്നു തുടങ്ങിയോ? അപ്പം ഞാൻ ഇവിടെ തൈര് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ടയൊക്കെ പോയി നല്ല രീതിക്ക് തൈര് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചിട്ട് തൈര് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ എന്ത് പരുവമായെന്ന് നോക്കാം. വാവ്, നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ചെറിയ തീയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, കണക്കിനത് വെന്തിട്ടുണ്ട്. ഒരുപാട് വേവ് വേണ്ട പൈനാപ്പിളിന്, കാരണം നമുക്ക് കടിക്കുമ്പോൾ കിട്ടണമല്ലോ ആ ഒരു പൈനാപ്പിളിൻ്റെ ആ ഒരു ഇത് നമുക്ക് വേണം. അതുകൊണ്ട് ഒരുപാട് വെന്ത് കുഴഞ്ഞായിരിക്കില്ല നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരി വെക്കുന്നത്, ഈ ഒരു പരുവത്തിന്. അപ്പം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ തേങ്ങ ചേർക്കണം. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യണം. കുറച്ച് തേങ്ങ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ, അരച്ച് വെച്ചിട്ടുള്ളൂ, അത് നമുക്ക് ആഡ് ചെയ്യാം. ഇതിലും കൂടുതൽ തേങ്ങ ചേർക്കുന്നവരുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ എനിക്ക് അധികം തേങ്ങ അങ്ങനെ പുളിശ്ശേരിയിൽ ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. തൈര് നമ്മൾ ലാസ്റ്റേ ചേർക്കത്തുള്ളൂ, എല്ലാം ചേർത്ത് ഇതാക്കിയിട്ട് തൈര് ചേർക്കത്തുള്ളൂ. നമുക്കിതിൽ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ക്യാമറ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ഏതത്തിനാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളം നമ്മൾ ജാറിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക്
ജാറിൻ്റെ അടപ്പിൽ കുറച്ചുണ്ട്, അതും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ചെറിയ തീ ആയിരിക്കണേ, തേങ്ങ നമുക്ക് ഇളകി പിരിഞ്ഞു പോകാൻ പാടില്ല. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ചെയ്താൽ ഒരു മീഡിയം ഫ്ലെയിം വരെ നമുക്ക് വെക്കാം. തീ കൂട്ടി വെച്ചിട്ട് ചെയ്താൽ തേങ്ങ ഒരുമാതിരി എന്താ പറയുക, അതിനെ പിരിഞ്ഞ് പോകുന്ന പോലെ ആവുന്നു. നമ്മുടെയൊക്കെ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. ആ ഒരു രീതിക്ക് ആയിപ്പോവും. അപ്പം ഒന്ന് ചെറിയ തീ തൊട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിം വരെ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് തൈര് ഒഴിക്കാം. നമുക്കിതിലേക്ക് തൈര് ഒഴിക്കാം. തീ ഒന്ന് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്താൽ പിന്നെ ഒരുപാടങ്ങ് നമ്മളിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഈ ഒരു ടൈമിൽ നമുക്ക് തൈര് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് തൈരിൻ്റെ ഒരു പുളിപ്പും വേണം, എന്നാൽ നമുക്ക് മധുരവും വേണം. ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതിൻ്റെ കളറെന്ന് പറയുന്നത് എപ്പോഴും ഒരു ലൈറ്റ് യെല്ലോ ആയിരിക്കും, ഭയങ്കര ഒരു ഡാർക്ക് യെല്ലോ ആയിരിക്കില്ല. നമ്മുടെ സാധാ പുളിശ്ശേരിക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി ഒരു മഞ്ഞൾ നിറം വരും. പക്ഷേ ഇതിനെപ്പോഴും ഒരു ലൈറ്റ് യെല്ലോ ആയിരിക്കും. അതാണ് കറക്റ്റ് ഒരു ഇതെന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ പുളി ഒന്ന് നോക്കാം. പുളി നോക്കിയിട്ട് പുളിപ്പ് കുറവാണെങ്കിൽ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യാം. നമുക്കിതിൽ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് അതെ, ഇത്രയും കുറച്ചൊരു പുളിയുടെ അതുകൊണ്ട് നമുക്ക് പൈനാപ്പിൾ ഇച്ചിരി അധികം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ തൈര്. ഇതിലേക്ക് ലേശം വെള്ളം നമുക്ക് ചേർത്തിട്ട് ഒരുപാടല്ല, ലേശം വെള്ളം ചേർക്കാവൂ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നോക്കാം. അപ്പോൾ ചിലവർ കുറച്ചുകൂടെ കുറുകിയിട്ട് വെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇടിയും ലൂസാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. കറക്റ്റായിട്ട് കാണാമല്ലോ നമുക്ക് വീഡിയോയിൽ. ഇനി നമുക്ക് ഇതിൻ്റെ പുളിപ്പൊന്നുകൂടെ നോക്കാം. ഇനി നമുക്ക് മധുരം ആഡ് ചെയ്യാനുണ്ട്. പുളി മതി, ഈ ഒരു പുളിപ്പ് മതി. ഇനി നമുക്ക് ഇതിലേക്ക് മധുരവും കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് ആ ഒരു കണക്കിന് പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പം മധുരമൊക്കെ കുറവ് മതി എന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് പൈനാപ്പിൾ പുളിശ്ശേരി എന്ന് പറയുമ്പം മധുരം ഇച്ചിരി വേണമല്ലോ, ആ ഒരു കണക്കിന് നമ്മൾ മധുരം ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന്
ആ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവാൻ വേണ്ടി മാത്രം ഒരു ഇളം തീയിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് താളിച്ചൊഴിക്കാം, അത്രേ ഉള്ളൂ. അപ്പം കറക്റ്റ് ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റ് മധുരവും പുളിയും എല്ലാം പാകത്തിനുണ്ട്. നമുക്കിനി ഇത് തിളച്ച് പോകാൻ പാടില്ല, തിളച്ച തൈര് പിരിയും, ചെറുതായിട്ടൊന്ന് ഇതായാൽ മാത്രം മതി, നല്ല മെൽറ്റാവുന്നവരെ മാത്രം മതി. അത് കഴിയുമ്പോൾ നമുക്ക് താളിച്ചൊഴിച്ചാൽ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ ടോട്ടൽ 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ അത്രയും വേണ്ടി വരില്ല. പിന്നെ മധുരം അത്രയും കുറച്ച് മതി എന്നുള്ളവർക്ക് 3 സ്പൂൺ ആഡ് ചെയ്യേണ്ടതുമില്ല. നമുക്കിത് അടുത്തൊരു അടുപ്പിലോട്ട് മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. ആ പാന് ചൂടാവുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് താളിച്ചെടുക്കാം. പാന് നല്ലോട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക്, വറ്റൽമുളക്, ഈ ഒരു സമയത്താണ് ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാറുള്ളത്. നമുക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ ഒരു സാധനം എപ്പോഴും പേടിയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കുറച്ച് വെച്ചില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. എനിക്കെപ്പോഴും പേടിയാണ്. തീ ഓഫ് ചെയ്തിട്ട് മാത്രം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടാലും മതി, അല്ലെങ്കിൽ കരിഞ്ഞു. അല്ലെങ്കിൽ മുളക് പൊടി ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഓഫ് ചെയ്യുക. പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. കുറച്ച് മാത്രം മുളക് പൊടി മതി. ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് കുറച്ച്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചുമന്ന് പോവും. മഞ്ഞയല്ല, ആ ഒരു രീതിയിൽ ഒന്നും ഭയങ്കര ചുവപ്പ് ആകാൻ പാടില്ല. അതായിരിക്കും നോർമലി ഉള്ള കളറ്. കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അത് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിളിലേക്ക്, പുളിശ്ശേരിയിലേക്ക് നമ്മൾ ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചുമന്ന മുളക് പൊടിയുടെ ആ ഒരു കളർ വേണ്ടാന്ന്, ഒരു മുളക് പൊടിയുടെ കളർ വേണ്ടാന്നുള്ളവർക്ക് ആ ഒരു ഇത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് അവർ തീരെ മഞ്ഞ പോലെ ഇരിക്കുന്നതല്ലല്ലോ, കുറച്ചൊരു ഇതിലിരിക്കുന്നതാണ് നല്ലത് കഴിക്കാനായാലും. നമുക്കൊന്നും കൂടി ഇന്ന് ഫൈനലായിട്ട് അതിൻ്റെ അത് നോക്കാം. അടിപൊളി. ഞാൻ വെച്ചതുകൊണ്ട് പറയുന്നില്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഇനി അമ്മ അനിയനൊക്കെ കഴിച്ച് നോക്കിയിട്ട് എന്ത് പറയുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വിജയകരമായി നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളിതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അമ്മയും അനിയനെയും കൊടുത്ത് വേണമെന്ന് പരീക്ഷിക്കാൻ.
ഫസ്റ്റ് ടൈം അല്ല, അതുകൊണ്ട് എനിക്ക് ആ ഒരു പരീക്ഷണം അങ്ങനെയൊന്നുമില്ല. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കുറേ നാളായത് ഞാൻ വെച്ചിട്ട്. അപ്പം അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, എന്നാലും മറന്നു പോയിട്ടൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് ഇനി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുക, അല്ലെങ്കിൽ അതിനുള്ള സമയം കിട്ടുക, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഞാനതൊരു വ്ളോഗുമായിട്ട് വരുന്നതാണ്. സോ അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.